കേരള വികസനത്തെ പറ്റിയുള്ള വിവരണങ്ങളും ചോദ്യോത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വികസന നേട്ടങ്ങളിൽ ഇന്ത്യക്ക് മാതൃകയായാണ് കേരളം വളരുന്നത്. പൊതുഭരണം, വികസനം, ആരോഗ്യ സംരക്ഷണം, കാർഷിക സമൃദ്ധി, സ്ത്രീ സംരക്ഷണം, ക്രമസമാധാനം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ രംഗങ്ങളിലും കേരളം രാജ്യത്തിനു തന്നെ അഭിമാനകരമായ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ പ്രസിദ്ധീകരിച്ച പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2021 വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. സമത്വം, വളർച്ച, സുസ്ഥിരത എന്നീ 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, നാഷണൽ ഹെൽത്ത് മിഷൻ പോലുള്ള പദ്ധതികളുടെ നടത്തിപ്പും കോവിഡ് പ്രതിരോധവും ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ കേരളം മികച്ച മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, പ്രകൃതി സൗഹൃദവും സർവ്വതല സ്പർശിയുമായ വികസനം തുടങ്ങി നിരവധി പ്രധാന സൂചകങ്ങളിൽ കേരളം മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വയോജന പരിപാലനത്തിലെ രാജ്യത്തെ മികച്ച മാതൃകയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച കോവിഡ് വാക്സിനേഷൻ ഡ്രൈവിന് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് അവാർഡ് ലഭിച്ചതും കേരളത്തിനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നതും നമ്മുടെ കേരളത്തിനാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് കേരളത്തിനാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഏറ്റവും സൗജന്യ ചികിത്സ ലഭ്യമാക്കിയ സർക്കാർ ആശുപത്രിക്കുള്ള അവാർഡ് ലഭിച്ചത് കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജിനാണ്. ഇന്ത്യയിലെ പ്രമുഖ റേറ്റിംഗ് കമ്പനിയായ ക്രീസിൻ്റെ പട്ടികയിൽ ടെക്നോപാർക്കിനാണ് ഉയർന്ന സ്ഥാനം. വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് കേരള സർക്കാർ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ലൈഫ് മിഷൻ പദ്ധതി വഴി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകിയും സർക്കാർ സ്കൂളിൽ ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കിയും സുസ്ഥിരമായ വികസന നയമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ആഗോള സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തി 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു. 2015 കേരള സർക്കാർ അദാനി ഗ്രൂപ്പുമായി പൊതുമേഖല സ്വകാര്യ പങ്കാളിത്ത മോഡലിൽ വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കാൻ കരാർ ഒപ്പുവെച്ചത്. അടുത്തത് വൃത്തി 2025 എന്നത് മാലിന്യ മുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാനം ഏർപ്പെടുത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പയിനാണ് വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവ് എന്നത്. അടുത്തത് വയോജന കമ്മീഷനാണ്. സാമൂഹ്യ വികസനത്തിൽ മാതൃകാപരമായ മുന്നേറ്റങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന വയോജനങ്ങൾക്കായി ഇങ്ങനെയൊരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. അടുത്തത് ലഹരി വിമുക്ത കേരളത്തിനായുള്ള ക്യാമ്പയിൻ. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘങ്ങൾ, മാതാപിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ സംയോജിത സഹകരണത്തോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്യാമ്പയിനാണ് സംസ്ഥാനതല ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത്. അടുത്തത് നവകേരള മിഷൻ്റെ 1ാം ഘട്ടം. ഇതിനായിട്ട് 4 മിഷനാണ്. ഹരിത കേരളം, ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ആദ്യത്തേത് നവംബർ 2016 പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നവകേരള മിഷൻ എന്നത്. ഇതിൻ്റെ നവകേരള മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 4 മിഷനുകളാണ് സർക്കാർ അവതരിപ്പിച്ചത്. 1ാമത്തെ ഹരിത കേരളമാണ്. ഹരിത കേരളം എന്നുവെച്ച് ജലവിഭവ സംരക്ഷണവും മാലിന്യ സംസ്കരണവും ജൈവ പച്ചക്കറി കൃഷിയും കോർത്തിണക്കി രൂപകൽപ്പന ചെയ്ത മിഷനാണ് ഹരിത കേരളം. 2ാമത്തേത് ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്ക് ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ലൈഫ് ആണെങ്കിൽ പൊതു സംവിധാനത്തിലൂടെ വീടില്ലാത്തവർക്ക് വീടുകൾ നൽകുന്ന പദ്ധതിയാണ് ലൈഫ് എന്നത്.
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം ചുരുങ്ങിയ പശ്ചാത്തലത്തിൽ കുട്ടികളെ മുഖ്യധാര പൊതുവിദ്യാലയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും അവർക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുമുള്ള യത്നങ്ങളാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നവകേരളം കർമ്മ പദ്ധതി 2ാം ഘട്ടം. ഇതിന് നിലവിൽ 5 ദൗത്യങ്ങളാണ് ഉള്ളത്. ഹരിത കേരളം, ലൈഫ് മിഷൻ, ആർദ്രം, വിദ്യാകിരണം, കേരള പുനരുദ്ധാരണ പദ്ധതി എന്നതാണ് അങ്ങനെ 5 ദൗത്യങ്ങളാണ് 2ാം കർമ്മ പദ്ധതിയിലുള്ളത്. ആദ്യത്തെ ഹരിത കേരള മിഷൻ. ഇത് മണ്ണ്, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷിത കാർഷിക വികസനം എന്നിവ ഉൾപ്പെടുന്നു. ലൈഫ് മിഷനിൽ ഇതുപോലെ തന്നെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി. ആർദ്ര മിഷനാണെങ്കിൽ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളുടെ പുരോഗതിക്കായുള്ള ദൗത്യം തന്നെയാണ്. അടുത്ത 4ാമതാണ് വിദ്യാകിരണം. പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള ദൗത്യമാണ് വിദ്യാകിരണ മിഷൻ. കേരള പുനർനിർമ്മാണ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണ ദൗത്യമാണ് കേരള പുനർനിർമ്മാണ പദ്ധതി എന്ന. നീർച്ചാലുകളുടെയും ജലസ്രോതസ്സുകളുടെയും പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷന്റെ ജനകീയ ക്യാമ്പയിൻ തെളിനീരൊഴുകും നവകേരളം. അടുത്തത് നീർത്തടാധിഷ്ഠിതമായ വികസനത്തിനുള്ള ഹരിത കേരള മിഷന്റെ ജനകീയ കർമ്മ പദ്ധതിയാണ് നീരുറവ് എന്നത്. പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത് എന്നത്. വിദ്യാകിരണ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള ദൗത്യമാണ്. ആദ്യഘട്ടത്തിൽ ഇതിന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നായിരുന്നു പേര്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ആശയം ഏതാണ്ട് പൂർത്തീകരിച്ചതിനാലും ഇനി ഗുണമേന്മ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകേണ്ടതിനാലും വിദ്യാഭ്യാസ മിഷന്റെ പേര് വിദ്യാകിരണം എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്തത് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായത് ഏത് വർഷമാണ്? 1991. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ്? 2022. IT അറ്റ് സ്കൂൾ പദ്ധതി എന്താണെന്ന് നോക്കാം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് IT അറ്റ് സ്കൂൾ. വിദ്യാലയങ്ങളിൽ IT അധിഷ്ഠിതമായി അധ്യയന രീതി പുനരാവിഷ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. 2001 സെപ്റ്റംബറിലാണ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ IT ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്കൂൾ വിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി IT അറ്റ് സ്കൂൾ തയ്യാറാക്കുന്ന സംരംഭമാണ് സ്കൂൾ വിക്കി. വിദ്യാർത്ഥികളുടെ സർഗാത്മക സൃഷ്ടികളും അധ്യാപകർ തയ്യാറാക്കുന്ന പഠന സഹായ വിവരങ്ങളും ശേഖരിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമാണ് ഈ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അടുത്തത് കൈറ്റ്. 2017 ഓഗസ്റ്റ് IT അറ്റ് സ്കൂൾ പ്രോജക്റ്റ് കേരള വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു കമ്പനിയായി മാറി. അന്ന് മുതൽ കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആരോഗ്യ മേഖലയിൽ കേരളം നടപ്പിലാക്കിയ ലോകത്ത് പ്രശസ്തമായ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അർബുദ ചികിത്സയിൽ സൗജന്യ മെഗാ അതായത് സുഹൃതം പദ്ധതി. പിന്നീട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. സ്ത്രീ ശാക്തീകരണത്തെ മുന്നിട്ട് നിൽക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കുടുംബശ്രീ. പുനരുപയോഗ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ എന്നത്. കേരളം സജീവമായി പങ്കെടുത്ത UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2023 പ്രകാരം എത്രയായിരുന്നു? 1ാം സ്ഥാനമായിരുന്നു കേരളത്തിന്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട ഗ്രാമം ഏതാണ്? പള്ളിവാസൽ, ഇടുക്കി. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ആരോഗ്യ സൂചികയും ഭവന സുരക്ഷയും ലഭ്യമായ സംസ്ഥാനം ഏതാണ്? അതും കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കാണിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പാർക്ക് അതിജീവന പദ്ധതി കേരളത്തിൽ ആരംഭിച്ചതാണ്. അതിൻ്റെ പേര് എന്താണ്? കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. വ്യവസായികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് കിൻഫ്രയുടെ പ്രാഥമിക ലക്ഷ്യം.
കേരളം പ്രഖ്യാപിച്ച സ്റ്റാർട്ടപ്പ് മിഷൻ എന്തിനാണ്? നവീന ആശയങ്ങളുള്ള യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്യുക എന്നതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ലക്ഷ്യം. സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ സൗരോർജ്ജ വിമാനത്താവളം ഏതാണ് എന്നത്. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ.